ആറ്റുകാൽ പൊങ്കാല റിയാക്ഷൻ ബൈ സീക്രട്ട് ഏജന്റ് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ലെന്ന്. മീഡിയം വിശ്വാസി, ഹൈ ലെവൽ വിശ്വാസി, ഒട്ടും വിശ്വാസമില്ലാത്തവരാണ് ദൈവത്തിൽ. സ്വയം വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പോ ആറ്റുകാൽ പൊങ്കാലയുടെ ചർച്ച നമുക്ക് IAS തന്നെ തുടങ്ങിയാലോ? എന്ത് ചർച്ചയാണ് ഉദ്ദേശിച്ചത്? അല്ല, പല പോസ്റ്റുകളുടെ ഒരു റിയാക്ഷൻ. വിശ്വാസികളെ പിടിച്ചെടുത്തിട്ട് എന്തോ കാര്യമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരു പോസ്റ്റുകൾ പോസ്റ്റ് ഡിസ്കസ് ചെയ്യില്ലേ, അതത്രേ ഉള്ളൂ. അത് കണ്ടാ മതി. ഞാൻ നിങ്ങളെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറാനൊന്നും നമ്മളില്ലേ. അപ്പോ ഒരു IAS ഓഫീസർ പൊങ്കാല ഇട്ട്, അപ്പോൾ കമന്റുകൾ, ചട്ടിയിൽ എന്താ, ബീഫാണോ, മുട്ടയാണോ, മീനാണോ? അതെന്താ ചോദിച്ചെന്നുള്ളത് ആർക്കും അറിയില്ല. അടുപ്പിൽ ബീഫ് കറി ആണോ? നമ്മൾ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, മറ്റേത് എന്തോ ചോറ് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാവും, വെള്ള കളറില്. ഇതൊരു പായസം, പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ പറയാൻ കുറച്ച് ടീംസ് ഉണ്ടാവും. പായസത്തിന്റെ ഈ കളറിന്റെ ശർക്കര ഇട്ട പായസം ഇതൊന്നും വായിക്കാം. നിസ്സാരക്കാരിയല്ല, ഡോക്ടറാണ്, IAS കാരിയാണ് പൊങ്കാലിട്ടിരിക്കുന്നത്. ആറ്റുകാലമ്മ സർവശക്തിയാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും ഈ IAS കാരിയുടെ കുടുംബം തലമുറ മുന്നേ മതം മാറഞ്ഞത് ആറ്റുകാലമ്മയുടെ ഭാഗ്യം. അതായത് ഞാൻ ഒരു കേസ് പറയട്ടെ. IAS IPS ഓഫീസർമാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ളൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനയിലൊക്കെ കൂടുതൽ വിശ്വസിച്ച് അങ്ങനെ. പക്ഷെ പേഴ്സണൽ വിശ്വാസങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. ബട്ട് സ്റ്റിൽ ഇങ്ങനെ എന്താ പറയാ, എല്ലാ മതപരമായുള്ള കാര്യങ്ങളും ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സംഗതിയിലായിരിക്കാം മേ ബി. അല്ലെങ്കിൽ പിന്നെ ജിത്തുമായി പറഞ്ഞ പോലെ അത് കണ്ടിട്ട് മേ ബി അതും ആയിരിക്കാം. എന്താണെങ്കിലും അവരെ പൊങ്കാലിട്ട് ഏറക്കേറ്റാൻ അവര് പൊങ്കാലിട്ടപ്പോ കമന്റ് ബോക്സിൽ നാട്ടുകാരുടെ വക വേറെ പൊങ്കാല. അടുത്തത് ഇതായിരിക്കുന്നു ഈ ഫോട്ടോ. എപ്പടി ഇരിക്കുന്നത് രാജകുടുംബം. അവര് പഴയകാല ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ കോൾ എന്താ അതില് ഇവരിങ്ങനെ പോയില്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, പഴയകാലം പുതുക്കുക മാത്രല്ല, അവരിപ്പോഴും ഉള്ളോണ്ട് ഇനിയിപ്പോ എത്ര പുതിയ കാല ചിന്തകളാണ് അവരുതെന്ന് പറഞ്ഞാലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് എനിക്കതിന് 2 ഭാഗം ഞാൻ പറയും. ഞാൻ അങ്ങനെ കുറ്റം പറയില്ല, നല്ലതും പറയില്ല. കാരണം നമ്മള് ജനങ്ങളാണ് രാജാവ്. അത് ശരി തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവര് ഇങ്ങനെ പ്രജകളെ കാണാനാന്നുള്ള രീതിയിൽ അവരെന്തോ ഹൈ ലെവൽ ടീം എന്ന് പറഞ്ഞിട്ട് അവര് പോയി. എനിക്കത് ഒട്ടും ദഹിച്ചിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ വെറും പ്രഹസന പരിപാടിയാണ് ഈ പരിപാടി. പിന്നെ ഞാനിങ്ങനെ പോസ്റ്റുകളും കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ടൈമിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വിഷ്വൽ വയ്ക്കാം, ഒരു പള്ളിക്കകത്തൊരു പള്ളിയിൽ അച്ഛനും ആളുകളൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് വൈബായിട്ട്, അതായത് എല്ലാ വീടുകളുടെ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുക്കും, പള്ളികൾ ഓപ്പൺ ആക്കും, സ്ഥാപനങ്ങൾ ഓപ്പൺ ആക്കും. അത് വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അവിടെ തുറക്കാതിരിക്കുന്ന 2 ഗേറ്റുകൾ ഉത്തര തിരുവനന്തപുരത്ത്. ഒന്ന് കവടിയാർ കൊട്ടാരത്തിന്റെയും ഒന്ന് ലുലുമാളിന്റെയും. ഈ 2 ഗേറ്റ് ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഞാൻ ഇത് ഭയങ്കര ഒരു എന്താ പറയാ ഷോ ഓഫ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ അവര് കാണിക്കുന്നു ഇതേ പരിപാടി തന്നെയാണ് ഇവിടുത്തെ മന്ത്രിമാരും വോട്ടിന്റെ സമയത്ത് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ അല്ലെ. അതെ, അങ്ങനത്തെ പരിപാടികൾ അവരും കാണിക്കാറുണ്ട്. അപ്പോഴും പ്രജകളെ പോലെ നമ്മൾ ആ റോട്ടിൽ നിന്ന് കാണാറും അവർക്ക് ടാറ്റ കാണിക്കാറുമാണ്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒന്നും വേണ്ട, ഏതെങ്കിലും സീറ്റിനെങ്കിലും വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും വണ്ടിയിൽ കയറിയിരുന്ന് ഓപ്പൺ ഷിപ്പിൽ പോണ പരിപാടി. ആൻഡ് MPD സാർമാർ ഇതൊന്നും കാണുന്നില്ലേ? ചേസും കട്ട് ചെയ്ത് ഓപ്പണാക്കി ജീപ്പിനകത്ത് ഇരുന്ന് നീച്ചു നിന്ന് പോണത്. ക്യാമറയും സാധനം ഒന്നും ഇല്ലേടെ പുല്ല് ഇവിടെ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫുൾ ടീം ഇരുന്നിട്ടാണ് പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു സാധനം വൈറലായപ്പോൾ എനിക്ക് വാട്സാപ്പിലൊരു ഫോർവേഡ് കിട്ടി. ഒന്ന് വായിക്കും.
CPIMന്റെ നന്ദൻകോട് ലോക്കൽ സെക്രട്ടറിയും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കവടിയാർ വാർഡിൽ നിന്നും വിജയിച്ച മുൻ കൗൺസിലർ കൂടിയായ കവടിയാർ സുനിൽകുമാറും മറ്റു 4 സഖാന്മാരും കൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് രാജകുടുംബത്തെ ക്ഷണിച്ച് ഒരു ജീപ്പും ഒരുക്കി കൊടുത്താണ് ഈ പള്ളി എഴുന്നള്ളത്ത് നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ നൈസായി ഹിന്ദുക്കളെ അടക്കം അതിന്റെ പേരിൽ വിമർശിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ രാജ അടിമ കമ്മികൾ ഊക്കുകൊള്ളാതെ രക്ഷപ്പെട്ടു. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും 99.69% കമ്മികളും ഇരട്ടത്താപ്പും കപട പുരോഗമനവും വെച്ച് പുലർത്തുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാട്സാപ്പ് ഫോർവേഡ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അവരങ്ങനെ ജീപ്പ് കയറി പോയിട്ട് അവർക്കും കിട്ടി പൊങ്കാല. അപ്പൊ പൊങ്കാല എന്ന് പറയുന്ന രീതിയിലാണ് ചട്ടി തന്നെ ഇറങ്ങുന്നില്ല. പൊങ്കാലയൊക്കെ ചോദിച്ചു വാങ്ങിച്ച പൊങ്കാല. അതായത് പൊങ്കാലയോട് പൊങ്കാല. ഇനി വേറൊരു പൊങ്കാല കണ്ടടി, പെട്രോൾ പമ്പിന്റെ മുന്നിലെ പൊങ്കാല. അസാധ്യ പൊങ്കാലയായി പോയി. പെട്രോൾ പമ്പിന്റെ മുന്നിൽ ഇരുന്നിട്ട് പൊങ്കാല. അയ്യോ അയ്യന്റെ പൊന്നെ, ഫയർഫോഴ്സിന്റെ വണ്ടിയുണ്ട്, പെട്രോൾ പമ്പിന്റെ മുന്നിൽ പൊങ്കാലയും വെച്ചിട്ട് കാളി കത്താഞ്ഞത്. അയ്യോ പൊങ്കാലയുടെ ദേവി രക്ഷിച്ചു, ഐഷ് രക്ഷിച്ചിരിക്കണു. അവന്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ബംഗാളികളൊക്കെ ജീവനും കൊണ്ട് ഓടിണ്ടാവും. അന്നേ ദിവസം തീരുമാനമായിട്ട് ഓടിയുണ്ടാവും. ഇനിയാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റിക്ക് വെച്ച, പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ വെക്കാം. അനുഭവം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിനേക്കാൾ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ എവിടെയൊക്കെ ഭൂമിയിൽ മലയാളികളുണ്ടോ അവർക്കറിയാം എന്താണ് ഇതിന്റെ മഹാത്മ്യം. ഒന്നുമില്ലെങ്കിലും ഒരു ഗിന്നീസ് ബുക്ക് റെക്കോർഡിൽ വന്നിരിക്കും 25 ലക്ഷം സ്ത്രീകളാണ് കഴിഞ്ഞ തവണ പങ്കെടുത്തിരിക്കുന്നത്. 2009 കണക്ക് പ്രകാരം എനിക്ക് നിന്നൊക്കെ ഒരു 35-40 ലക്ഷത്തോളം ആൾക്കാർ കാണും. കാരണം ഇത് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഒരു കാര്യമാണ്. കാരണം പഞ്ചഭൂതങ്ങളുമായിട്ട്, കാരണം മണ്ണാണെങ്കിലും വായുവാണെങ്കിലും ജലമാണെങ്കിലും എല്ലാമായിട്ട് ചേർന്നാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തിന്റെ വായു മൊത്തം ഒന്ന് ക്ലിയർ ആക്കി തരുന്ന വളരെ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. ഇത്രയും അടുപ്പും കത്തി ട്രോളിയതാണ് അല്ലല്ല, ഇത് ഇത്രയും അടുപ്പും കത്തി ഇത്രയും പുകയും പോയി. ഇതെന്ത് ദേവി ഈ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം എടുത്തിട്ട് എന്ത് ചെയ്യും? മൊത്തം മറ്റേ ഓക്സിജൻ ആക്കി വിടും. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്, ഇയാൾ എന്ത് തള്ളാണിത്? മഴ പെയ്യാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആണോ ഞാൻ ഋഷ്യശൃംഖല കത്തിച്ചു വെച്ച. അങ്ങനെയാണെങ്കിൽ ചൈനക്കാർ പോലും സ്തബ്ധരാവൂലോ. അവര് റോക്കറ്റ് വിട്ടാ മഴ പെയ്പ്പിച്ച, ഇവിടെ അടുപ്പ് കത്തിച്ച് മഴ പെയ്പ്പിക്കുക. നല്ല പരിപാടിയാണല്ലോ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു തള്ള ഇതിനിടയിലല്ലേ ഇതിനും കിട്ടി പൊങ്കാല. അങ്ങനെ അയാളും പൊങ്കാല. ഇനി പൊങ്കാലയുടെ ഫേസ് എന്ന് പറഞ്ഞ ദേവിയാണോ? ആണോ? അല്ല, ചിപ്പി ചേച്ചിയാണ്. അങ്ങനെ പൊങ്കാലയുടെ മുഖം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടി ചിപ്പിയാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ തിരയുന്ന പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുന്നത് നടി ചിപ്പി വന്നോ, പ്രിയപ്പെട്ട ചിപ്പി വന്നോ എന്നുള്ളതാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? പുറത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് സംഗീത. എന്താണ് ബന്ധം? എങ്ങനെയാണ്? പിന്നെ LDF കൺവീനർ പി ജയരാജന്റെ രണ്ടാമത്തെ മകന്റെ വൈഫാണ്. പി ജയരാജന്റെ മരുമകളാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ ലുലുവിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ആഗ്രഹം വിചാരിച്ച അതൊക്കെ നടന്ന് തരാറുണ്ട്. പി ജയരാജന്റെ മരുമകൾ, അവർക്ക് പൊങ്കാല ഇട്ടൂടെ? ഇടാതെ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അതായത് അവരുടെ വിശ്വാസം, അവരിഷ്ടം, അവർക്ക് ഇടാം. അല്ല, വിശ്വാസം രാഷ്ട്രീയം. ഇനി ഞാൻ പറയട്ടെ, വേറെ കേസ് പറയാ. പല രാഷ്ട്രീയക്കാരുടെയും ഭാര്യമാരും രാഷ്ട്രീയക്കാര് മാത്രം ഭയങ്കര അവിശ്വാസികളാന്ന് പറയണ്ടല്ലോ. പക്ഷെ അവര് ഭാര്യമാരും മക്കളും. ഇന്റെ കേസ് നോക്കും, ഞാൻ എക്സ്ട്രീം ഈ പറഞ്ഞ ഒരു വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനും സ്നേഹം നല്ല വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അല്ലേ. പക്ഷെ ഇതിനിടയിലും പൊങ്കാല ഉണ്ട്. കമന്റ് ബോക്സില് ഓഹോ അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പൊങ്കാല ഇതിനടിയിലും കണ്ട്. ഇനി അടുത്തത് ഇത് നിങ്ങൾ കാണട്ടോ, മെയിൻ ആളാണേ. ഇത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത് 2ാമത്തെ വർഷമാണ് ഞങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അത് ഒരുപാട് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ ദുരുപയോഗം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പുരുഷന്മാർ തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം. വ്യാജ ഗാർഹിക പീഡനം, സ്വന്തം മക്കളെ ഉപയോഗിച്ച് പോക്സോ കേസിൽ വരെ പുരുഷന്മാരെ പെടുത്തി ജയിലിലടയ്ക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുകയാണ്. അതിനിപ്പോ മൂപ്പര് ഇവിടെ ഒന്ന് പൊങ്കാലിട്ട് ദേവിനോട്
അല്ല ഞാനെന്താ ആലോചിക്കുന്ന അറിയോ, ശബരിമലയില് സ്ത്രീകളെ കയറ്റുന്നതിന് ഇവർക്ക് പ്രശ്നം, പൊങ്കാല സ്ത്രീകൾ ഇടുന്ന പൊങ്കാലയ്ക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് അയാൾക്ക് സമരം ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. കണക്ഷൻ ഈ പോക്സോ കേസിലെ പ്രതികൾക്ക് വെറുതെ തോണ ഉണ്ടാക്കണതിനാണ് പരിഹാരം ഉണ്ടാക്കാനാണ് തോന്നുന്നത്. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇന്ത്യയിലെ നിയമത്തിനെ ഒരു തരത്തിലും ഈ പറഞ്ഞ മാതിരി വിശ്വാസം ഇല്ലാതെ അവിടെ പോയി ദേവിയോട് പറയേണ്ട ഒരു അവസ്ഥയാണല്ലോ ഇപ്പൊ ഇവർക്കൊക്കെ എന്നാണ് എന്റെ ഒരു കഥ. അതായത് എവിടെയെങ്കിലും ഇത് പൊങ്കാലയല്ല ശരിക്കും, ഇത് കൈൻഡ് ഓഫ് ഷോ. എന്താ പറയാ, എല്ലാരും അതന്നെ വിചാരിക്കുന്നത്, ദൈവത്തിനോട് പറയാൻ നിവർത്തിയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോണത്. എന്താണ് ശരി, അല്ല ഇവിടെ എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? ഒരു കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? പക്ഷെ എന്നാലും ഈ പറഞ്ഞ പൊങ്കാലയ്ക്ക് വേണ്ടി ഇത് നീതി കിട്ടാൻ മതി, ഇത് ഷോഫിന് പോയതല്ല, ഇത് പക്കാ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് അല്ല. അപ്പൊ മനസ്സിന്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കാണിക്കാൻ, ഞങ്ങൾക്കും വേണമെന്നുള്ള രീതിയിൽ പോയി ഷോഫാണ്. അപ്പൊ അത് അങ്ങനെ ഒരു പൊങ്കാല അതിനിടയിൽ വേറെ രണ്ട് ചെക്കന്മാര് ഒരു ഏട്ടനും അനിയനും പൊങ്കാല കണ്ടു. ഇനി അടുത്തത് കേട്ടോ. പിന്നെ ഇത്രയും പേര് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ അതിനേക്കാളും വിഷമമായി. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ തെരുവിൽ വന്നിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇത് കണ്ടിട്ട് പോലും ഈ സർക്കാരിന് ഒരു മനസ്സലിവില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഇനി ഒരിക്കലും ഒരു ഭരണത്തിൽ വരരുതെന്നും ഒരാഗ്രഹത്തിലാണ് ഈ പൊങ്കാല ഇട്ടത്. അത് മാത്രമേ മനസ്സിലുള്ളൂ. ഇനി ഒരിക്കലും അവർ ഭരിക്കരുത്. ആര് ഭരിച്ചാലും ഈ ഭരണം ഇനി വേണ്ട. CPO റാങ്ക് ലിസ്റ്റിന്റെ ഇഷ്യൂല് അവിടെ സമരം ചെയ്യാണ്. ഓക്കെ, ഞാനതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി അവിടെ പോയിട്ട് പിണറായി ഇനി ഒരിക്കലും ഭരിക്കരുതെന്ന് പറഞ്ഞുള്ള അടുത്ത പൊങ്കാല. ഒരു പൊങ്കാല റീസൺസ് ഞാൻ ആലോചിച്ചു. ഞാൻ ജയരാജന്റെ മരുമകളൊക്കെ എന്ത് പറഞ്ഞിട്ടോ ഭരണത്തില് ഇതിനിടയിൽ ഇതാ ഞങ്ങളും ഉണ്ട്, സായിപ്പ് പൊങ്കാല, മതാവുമാര് അവരുണ്ട്, ഫോറിനേഴ്സ് പൊങ്കാല അതുവരെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇനി വേറൊരു ചേച്ചി കഴിഞ്ഞതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പൊങ്കാല ഇട്ടിട്ട് എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ പൈസ എനിക്ക് ഇട്ടതായി ഒരു ഓർമ്മയും ഇല്ല. അങ്ങനെ എനിക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോഴെനിക്ക് ഫോട്ടോ വരുമോ? വല്ലാത്തൊരു പൊങ്കാല. ഭഗവതി ജീപ്പേയും വെച്ചിരിക്കല്ലേ വരുന്ന ആൾക്കാര്. അതോ ചേച്ചി കുടത്തിന്റെ മുകളിൽ സ്കാനർ വെച്ചോന്ന് അറിയില്ല, ദൈവം വന്ന് സ്കാൻ ചെയ്ത് പൈസ കൊടുത്തു. അയ്യോ എന്റെ മോനെ, ഞാൻ നേരത്തെ പറയട്ടെ, കൃഷ്ണകുമാർ പറഞ്ഞല്ലോ ഈ എയർ ക്ലീൻ ആവുന്നത്. ശരിക്കും എയർ ക്ലീൻ ആവുന്ന ഫെസിലിറ്റി സംഗതിയും സംഭവം ഒന്നും അല്ല ഇത്. മറ്റേ കണ്ടോ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന കഷ്ടപ്പെട്ട ആളുകള് വണ്ടിയിൽ വെള്ളം അടിച്ചിട്ടും, പിന്നെ കൊറേ നമ്മളെ ചേച്ചിമാരില്ലേ തൊഴിലുറപ്പിന്റെ ചേച്ചിമാര്, അവരൊക്കെ വന്നിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കി അവരാണ് കഷ്ടപ്പെട്ട് അവിടെ ക്ലീൻ ആക്കുന്നത്. അല്ലാതെ പൊങ്കാല വെച്ച് മറ്റേ പുക പൊന്തി ദൈവം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജൻ ആക്കണ പരിപാടിയൊന്നുമല്ല. അത് അവിടെ എഫേർട്ട് ഇട്ട് അവര് കഷ്ടപ്പെട്ട്, അവര് രാപ്പകലില്ലാതെ അവര് രാത്രിയും പകലും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ക്ലീൻ ചെയ്ത് കൊണ്ടുപോണത്. അപ്പൊ മൂപ്പര് ഇത് അതിനിടയിൽ ആ ക്രെഡിറ്റ് ആർക്കും കൊടുത്ത്. ശരിക്കും ഇത് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോരുത്തരും അത് ക്ലീൻ ചെയ്ത്. അല്ല ഈ ഇഷ്ടിക കൊണ്ടുപോകും തോന്നുന്നുണ്ട്, ഈ പൊങ്കാലന്റെ ഇഷ്ടികല്ലേ അതെടുത്ത് അങ്ങനെ എന്തോ ഒരു സമയം. ഇതിനിടയിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ട് കണ്ടിരുന്നു ഈ പൊങ്കാലന്റെ ഇഷ്ടിക കൊണ്ടുപോയിട്ട് അത് വേറെ ഏതോ വീട്ടിലിറക്കി പൈസ ആക്കുന്നത്. ഒന്നായിട്ട് എടുത്തിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അത് വേറെ വീട്ടിക്ക് സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ ഇഷ്ടികല്ലേ വിചാരിച്ചിട്ട്. അല്ലല്ല, ഇത് അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. ഇനി ഇത് വേറെ രസം. പൊങ്കാലട വന്ന ചേച്ചിമാര് നടിമാര് പൊങ്കാലയുടെ ഗേറ്റിന് മുന്നിൽ ചാടി കയറി സെൽഫി എടുക്കാൻ എല്ലാരും അതിന്റെ മുന്നിലാണ്. ഇത് മറ്റു നടി, ഇത് മിക്കവാറും നിന്ന് പൊങ്കാലിടാൻ വേണ്ടി അടുപ്പിൽ കത്തിക്കുമ്പോ കണ്ടോ എനിക്ക് എടുത്തേണ്ട ഒറ്റ ഫുള്ള് എല്ലാരും അവിടെയാണ്. ഫുള്ള് നടിമാരപ്പാണ്. പൊങ്കാലട വന്ന ചേച്ചിമാരൊക്കെ നടിമാരെ പൊങ്കാലയും കണ്ടു, സ്വന്തം അടുപ്പൊന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഇത് വേറൊരു കളി അവിടെ, അത് അങ്ങനെ ഒരു പൊങ്കാലക്കളി. അപ്പൊ ഇനി ലാസ്റ്റ് ഈ ഒരു പോസ്റ്റ് കൂടി വായിച്ചു കഴിഞ്ഞാൽ പരിപാടി നിർത്തി. വായിച്ചോ. ആചാരങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. 4 പതിറ്റാണ്ട് മുൻപ് തിരുവനന്തപുരത്ത് പൊറുതി തുടങ്ങിയ കാലത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന് ഒരു ചായ്പിന്റെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രാദേശികമായി പോലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ജോലിക്കാരികൾ തൊഴുന്ന സ്ഥലമായിരുന്നു ആറ്റുകാൽ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ മുഖേനയാണ് കോവിൽ
പബ്ലിസിറ്റി നടന്നത്. പൊങ്കാലയ്ക്ക് ചെന്ന് അമ്പലമുറ്റത്ത് അടുപ്പ് കൂട്ടുക എന്നത് വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. സോ കാൾഡ് കുലസ്ത്രീകൾ പ്രധാനമായും സന്ദർശിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി കോവിൽ, പാളയം, നിയമസഭാ മന്ദിരത്തിന് സമീപം, ഹനുമാൻ കോവിൽ എന്നിവിടങ്ങളിലായിരുന്നു. ആറ്റുകാലിൽ വൈകുന്നേരം 5-10 സ്ത്രീകൾ വന്നെങ്കിലായി. പൊങ്കാല ദിവസം ഏറിയാൽ 500 പേര് വരും. അവർ അമ്പലപ്പറമ്പിലും തൊട്ടടുത്ത ഏലയിലും നെൽവയൽ അടുപ്പ് കൂട്ടി തെരളിയപ്പം ചുട്ട് വീട്ടിൽ കൊണ്ടുപോകും. ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ പറയുന്ന കഥകൾ കേട്ട് ചില കൊച്ചമ്മമാർ തനിക്ക് കൂടി വേണ്ടി പൊങ്കാലയിടാൻ അവരെ ചുമതലപ്പെടുത്തും. സമാന രീതിയിൽ 2 ദേവീ ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. മരുതുംകുഴി ഉദിയന്നൂർ ദേവിയും മഞ്ചാടി മുട്ടിലെ തൊഴുവൻകോട് ദേവിയും. 3 പേരും കസിൻസായി അറിയപ്പെട്ടു. ഇതിൽപ്പെട്ട മറ്റൊരു കസിൻ തമിഴ്നാട്ടിലെ മണ്ടക്കാട് ദേവിയായിരുന്നു. പുണ്യം പൂർണ്ണമായി കിട്ടാൻ ഈ 4 ദേവിമാരെയും വണങ്ങണം. ഇവയെല്ലാം സ്വകാര്യ ട്രസ്റ്റുകൾ നടത്തുന്നവയാണ്. കാലം കടന്നു പോകവേ സമൂഹത്തിൽ സ്ത്രീകൾ കൂടുതൽ അരക്ഷിതരായി. പുരുഷ മേൽക്കോയ്മയും നിയന്ത്രണവും കാരണം വിയർപ്പ് കൂട്ടിക്കഴിഞ്ഞ സ്ത്രീകൾ ഈ ദേവിമാരെ സന്ദർശിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ള സുവർണ അവസരമായി ഇത് മാറിയതോടെ കൂടുതൽ സ്ത്രീകൾ ദേവി ഭക്തകളായി. പഴമ കൊണ്ട് പത്മനാഭ ക്ഷേത്രവുമായുള്ള ദൂരം കുറവായതിനാലും ധാരാളം സ്ത്രീകൾ ആറ്റുകാലിലെത്തി. 2000-ന് ശേഷം സമൂഹത്തിൽ ഭക്തി പകർച്ചവ്യാധി കണക്കെ പടർന്നതോടെ ആറ്റുകാലിന്റെ ഖ്യാതിയും വർദ്ധിച്ചു. ഒരു ദിവസത്തെ പൊങ്കാല ഉത്സവം ആദ്യം 2, 5, 7 ഒക്കെയായി വർദ്ധിച്ചു. സ്ത്രീകൾക്കൊപ്പം കുട്ടികളും ദേവിയെ തൊഴാൻ എത്തിയതോടെ അവരെ പങ്കെടുപ്പിച്ച് കുത്തിയോട്ടം എന്ന കലാപരിപാടി തുടങ്ങി. പ്രാദേശിക ഗാനമേളകളും കഥാപ്രസംഗവും മെഗാ പരിപാടികൾക്ക് വഴിമാറി. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ലോകമെങ്ങും ആറ്റുകാൽ അറിയപ്പെട്ടു. അമ്പല പരിസരത്ത് നിന്ന് തേരട്ട കണക്കിയ പൊങ്കാല ഇഴഞ്ഞിഴഞ്ഞ് ഏതാണ്ട് 6 കിലോമീറ്റർ നീളത്തിലായി. 1.5 ലക്ഷം സ്ത്രീകൾ എത്തുന്നത് പെരുപ്പിച്ച് 30 ലക്ഷം വരെ തള്ളിയെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായി തുടങ്ങിയ പുതിയ ഏർപ്പാടാണ് രാജാവിന്റെ എഴുന്നള്ളത്ത്. തിരുവിതാംകൂറിലെ മുൻ രാജകുടുംബവുമായി ഈ കോവിലിന് പുലബന്ധമില്ല. കവടിയാർ കൊട്ടാരത്തിലെ ഒരു സ്ത്രീയും ആറ്റുകാലിൽ പൊങ്കാല ഇടാറില്ല. അവരാരെങ്കിലും ആറ്റുകാൽ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. പാവപ്പെട്ട സ്ത്രീകളുടെ അമ്പലം പതുക്കെ അവരുടേതല്ലാതായി. പണവും ഉന്നതങ്ങളിൽ പിടിയിലുള്ളവർക്കും സിനിമ സീരിയൽ നടിമാർക്കും മാത്രം കോവിൽ മുറ്റത്തും പരിസരത്തും പൊങ്കാലിടാം. സാധാരണ സ്ത്രീകൾക്ക് പേരുവഴിയിലും. അതിന്റെ കൂടെയാണ് രാജാവിന്റെ റോഡ് ഷോ. ഇനി ഇത് ആചാരമായി ആഘോഷിക്കപ്പെടും. ദേവിയെ കൊട്ടാരവുമായി ബന്ധിപ്പിച്ച് കഥകളിറക്കും. പേരുണ്ട് കൺ കണ്ടത് നിജം, ഇനി കാണപ്പോകുന്നത്. ശരിയാണ്. അപ്പൊ എത്ര കാലം കണ്ടതൊക്കെ പോയി. ഇത് എനിക്ക് ചരിത്രം അറിയില്ല ആറ്റുകാൽ പൊങ്കാലിന്റെ ഒന്നും. പക്ഷെ ഇതിലെല്ലാം എന്താ അറിയില്ല. അത് പറഞ്ഞത് ചിലപ്പോ സത്യം തന്നെയാവും. ആറ്റുകാൽ അല്ലേ പറയണത് സത്യമാവാം, സത്യം അല്ലാതെ ആവാം. ഇതിപ്പോ നമുക്ക് എന്താണല്ലോ നമുക്കറിയില്ല. പറഞ്ഞ ശരിയാണ്. ഇവർക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോ. പക്ഷെ ഇവര് ഇവിടെ വന്നു റോട്ടിൽ നടന്നു എന്നൊക്കെ കണ്ടു. അതായത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ച അത്രേ ഉള്ളൂ. ഇപ്പോഴുള്ള ഏത് മത ആചാരങ്ങളാണെങ്കിലും മത സ്ഥാപനങ്ങൾ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പള്ളി അമ്പലം എന്തോ ആയിക്കോട്ടെ, അവിടുത്തെ ആചാരങ്ങളൊക്കെ ഇപ്പൊ വളരെ ഗ്രാൻഡ് സ്കെയിലിൽ ആഘോഷിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോ ഏതൊരു ആഘോഷം എടുത്തു നോക്കിക്കും, ഒരു 10 വർഷം മുമ്പ് ആഘോഷിച്ച പോലെയല്ല ഇപ്പൊ ആഘോഷിക്കുന്നത്. ഒരു ഭയങ്കര ഗ്രാൻഡ് ഫീലും അല്ലേ. കുറെ പൈസ മുടക്കി, കുറെ വിശ്വാസികൾ കുറച്ചും കൂടി എണ്ണം കൂട്ടി, എല്ലാം ഒരു ഫെസ്റ്റിവൽ മൂഡ്, ഭയങ്കരമായിട്ട് കൂടുതൽ ഫെസ്റ്റിവൽ മൂഡിക്ക് സംഗതി മാറുന്നുണ്ട്. ആഘോഷങ്ങളൊക്കെ ഗ്രാൻഡ് ആവുന്നുണ്ട്. ഈ ഗ്രാൻഡ് ആവുമ്പോ കൂടുതലായിട്ട് സംഭവിക്കുക എന്താ? പൈസ കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ആഘോഷങ്ങളും ഒരു ദിവസം കൊണ്ട് നടന്ന കല്യാണം, അല്ലെങ്കിൽ ഉച്ച വരെ ഉണ്ട് കല്യാണം, 2-3 ദിവസങ്ങളായി. ഈ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ സിംപ്ലിസിറ്റി വന്നു കേട്ടോ അല്ലേ? അത് കോവിഡിന്റെ സമയത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. സിംപ്ലിസിറ്റി വളരെ സിമ്പിൾ ആയിട്ട്. കല്യാണത്തിന്റെ കാര്യം എനിക്ക് ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അമ്പലത്തിലെ ആഘോഷങ്ങള്, പള്ളീന്റെ ആഘോഷങ്ങളൊക്കെ, മതപരമായുള്ള ആഘോഷങ്ങളൊക്കെ സിംപ്ലിസിറ്റിയിൽ നിന്ന് മാറി ഭയങ്കര സംഭവമായിട്ട് മാറണം. അതായത് ചിലപ്പോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നോക്കി ചെയ്യാണ് ചിലപ്പോ ഒരു ദിവസമൊക്കെ ചെയ്യേണ്ട പരിപാടികൾ 10 ദിവസമോ 5 ദിവസമായി അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സ്കെയിലിൽ വളരെയാണ്. അപ്പൊ അവിടെ ഒന്നും ആരും ചോദിക്കുന്നില്ല ചോദ്യങ്ങൾ. അപ്പൊ ഇപ്പൊ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, അയ്യോ ഞാൻ ചോദിച്ചാലോ, ഇപ്പൊ ഞാൻ പൈസ കൊടുക്കാതിരുന്നാലോ ഒക്കെ എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിൽ ഈ വിശ്വാസത്തിന്റെ മുകളിൽ വരുന്നൊരു പേടിയുണ്ട്. ആ പേടിയുടെ പുറത്ത് പലതും ചൂഷണങ്ങളാണ് നടക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അങ്ങനെ തോന്നിയില്ല. കുറെ ചൂഷണങ്ങളാണ് നടക്കുന്നത്. കാരണം ഇപ്പോൾ നല്ല പൈസ ഉള്ളവന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു 5000 കൊടുക്കും. അത് കാണുമ്പോ കുറച്ചൊരു പൈസ മീഡിയം റേഞ്ചിലുള്ള ഒരാൾക്ക് തോന്നും ചിലപ്പോ, അവിടെ 5000 കൊടുത്തു, അപ്പൊ ഞാനൊരു 5000 കൊടുത്താലോ, അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എടുത്തു കൊടുക്കും. അപ്പുറത്ത് കുറച്ച് പൈസ ഉള്ള നല്ല ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് എന്താവും, അതേപോലെ ഡ്രസ്സ് ഇട്ട് പോകാൻ വേണ്ടി നോക്കും. ഇതൊക്കെ പക്ഷെ എന്താ പറയുക, വിശ്വാസത്തിനേക്കാൾ ഉപരി പിന്നെ അതെന്തായി, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിലേക്ക് ആളുകൾക്ക് ഇത് മാറണ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്.